നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എല്ലാം ഒരു സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിലാണ് അല്ലേ. നമുക്കൊന്ന് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, ഒരു സ്വിച്ച് ഇട്ടാൽ ടി വി ഓൺ ആവും. ഇപ്പം സ്വിച്ച് ഇടാനും കൂടെ നമ്മൾ പോകണ്ട അല്ലേ. റിമോട്ട് ആക്ഷൻസ് ആണ് എല്ലാം. ഇവിടെ ഒന്നൊരു സിഗ്നൽ മീൻസ് ഒരു ആക്ഷൻ കാണിച്ചാൽ ചിലപ്പോൾ വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മളൊരു കമാൻഡ് പുറപ്പെടുവിച്ചാൽ അതനുസരിച്ച് നമ്മളുടെ എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസും വർക്ക് ചെയ്യും അല്ലേ. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് ഉള്ള കാര്യം എന്താ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയിലാണ്. ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റിയിലാണ്. അതായത് അയൺ ബോക്സ് എടുത്താലും അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ടി വി എടുത്താലും, ഇവൻ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് വരെ നമ്മൾ എന്തിൻ്റെ സഹായത്തിലാണ്? ഇലക്ട്രിസിറ്റിയുടെ സഹായത്തിലാണ് അല്ലേ. സോ നിങ്ങൾക്കറിയാം ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയിലാണ്. പെട്ടെന്ന് കറണ്ട് പോയാൽ ചിലപ്പോൾ നമ്മൾ ജനറേറ്റേഴ്സ് ഓൺ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഇൻവേർട്ടേഴ്സ് ഓൺ ചെയ്യും. അപ്പോൾ നമുക്കവിടെ റീസ്റ്റോർ ചെയ്യാനൊക്കെ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇത് എങ്ങനെയാണ് കറണ്ട് പ്രവഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എങ്ങനെയാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ആക്ഷൻ കൊണ്ടിട്ട് എങ്ങനെ ആ അപ്ലയൻസിലേക്ക് കറണ്ട് വരുന്നു എന്നൊന്നും നമുക്കറിയാത്തൊരു കാര്യമാണ്. സോ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻസ്ട്രുമെൻസിൽ കറണ്ട് ഫ്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്, എന്തിൻ്റെ ഫ്ലോയിനെയാണ് കറണ്ട് എന്ന് പറയാൻ പോകുന്നത്. ഇതെല്ലാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. എന്താ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്? നിങ്ങൾ ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര്? ഇലക്ട്രോസ്കോപ്പ് അല്ലേ. ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളത്. ഇലക്ട്രോസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഇലക്ട്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? ചാർജ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്. ഇപ്പോൾ അതിലൊരു പോസിറ്റീവ് ചാർജ് ആണോ, നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ചാർജ് ഉണ്ടോ, ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കാൻ, ഫോർ എക്സാമ്പിൾ അവിടെ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഉള്ളത് പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. രണ്ട് തരത്തിലുള്ള ചാർജുകളാണ് ഉള്ളത്. എന്താണ്? പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും. ഓക്കെ, സോ ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ നമുക്കറിയാം ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പാണ്. അവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു പോസിറ്റീവ് ചാർജാണ് ഇവിടെ കൊണ്ടുവരുന്നത്, ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോസ്കോപ്പിനെ പോസിറ്റീവായിട്ടാണ് ചാർജ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരുന്നു. ആ ഗ്ലാസ് റോഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഗ്ലാസ് റോഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് തമ്മിലുള്ള ഡിഫ്ലക്ഷനാണ് നമ്മൾ നോക്കുക. ഡിഫ്ലക്ഷൻ തീരെ ഇല്ല, അത് അട്രാക്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അതിനർത്ഥം കൊണ്ടുവന്നിട്ടുള്ള ഗ്ലാസ് റോഡ് എന്ത് ചാർജ് ആയിരിക്കും എന്നാണ്? ദാറ്റ് വിൽ ബി നെഗറ്റീവ് ചാർജ്. ബിക്കോസ് പോസിറ്റീവ് ആയിട്ടുള്ള സാധനം നെഗറ്റീവും എന്ത് ചെയ്യുള്ളൂ? അട്രാക്ട് ചെയ്യുള്ളൂ. സോ ഇത് എത്രത്തോളം ഉണ്ട് ഈ ഡിഫ്ലക്ഷൻ എന്നുള്ളത് വെച്ചിട്ട് അതിൻ്റെ ഏകദേശം മാഗ്നിറ്റ്യൂഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം അതിന് എന്തുണ്ടെന്നുള്ളത്, ചാർജ് ഉണ്ടെന്നുള്ളത്. ഇതേ ഇലക്ട്രോസ്കോപ്പിൻ്റെ വേറൊരു തരത്തിലുള്ള ചിത്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ വ്യത്യാസം തന്നേക്കണേ? ഇവിടെ നമ്മളൊരു സ്വിച്ച് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ താഴത്തേക്ക് ഏർത്തും ചെയ്തിട്ടുണ്ട്. രണ്ട് തരം ചാർജ് അല്ല, രണ്ട് ടൈപ്പ് ഓഫ് ചാർജ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അത് കൂടാതെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമാണ് സ്റ്റാറ്റിക് ചാർജ് ആൻഡ് ഡൈനാമിക് ചാർജ്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ചാർജ്. ഈ ഇലക്ട്രോസ്കോപ്പിൽ ഉണ്ടാവുക സ്റ്റാറ്റിക് ചാർജ് ആണോ ഡൈനാമിക് ചാർജ് ആണോ? ഉറപ്പായിട്ട് അത് എന്ത് ചാർജാണ്? സ്റ്റാറ്റിക് ചാർജാണ് അല്ലേ. കാര്യം എന്താ? അത് നിശ്ചലമാണ്, അതൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് എ സ്റ്റാറ്റിക് ചാർജ്. ആൻഡ് ഇവിടെ സ്വിച്ച് എന്ത് കണ്ടീഷനിലാണ് ഉള്ളത്? ഓപ്പൺ കണ്ടീഷനിലാണ് ഉള്ളത്. ഓപ്പൺ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ഓപ്പൺ. അതായത് കറണ്ടിന് ഒരു കണ്ടക്ടറിൽ കൂടെ അല്ലെങ്കിൽ ഒരു ചാലകത്തിൽ കൂടെ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രേക്ക് ഇല്ലാത്ത ഒരു എന്ത് വേണം? ഒരു പാത്ത് വേണം, ഒരു വഴി വേണം അവിടെ. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല, ഇവിടെ ഒരു ഓപ്പൺ ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ സ്വിച്ച് ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചാർജസ് എല്ലാം സ്റ്റാറ്റിക് ആണ്. ഇത് ക്ലോസ്ഡ് ആയി എന്ന് വിചാരിക്കുക. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ക്ലോസ്ഡ് ആകും. സോ ഇത് ക്ലോസ് ആവുന്ന മൊമെന്റിൽ എന്ത് സംഭവിക്കും? ഇവിടെ ചാർജിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവും, ചെറുതായിട്ടൊരു ഫ്ലോ ഉണ്ടാവും അല്ലേ. കാര്യം ഇവിടുന്ന് ചാർജ് എർത്തിലേക്ക്, ഭൂമിയിലേക്ക് പോകുന്നുണ്ടാവും. പക്ഷേ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുമോ? ഇത് സസ്റ്റെയിൻ ചെയ്യോ? ഇല്ല. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ, അതായത് ഫോർ എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം മാത്രമേ ഇങ്ങനെ എന്തുണ്ടാവുള്ളൂ? ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേസമയം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു എന്താ പറയുക, നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കും. സെയിം വേ നമ്മളൊരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൾബും ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ സ്വിച്ച് ക്ലോസ് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ, ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ എങ്ങനെ വരിക? ഇത് ക്ലോസ്ഡ് ആയി, അതായത് അവിടെ കൂടി ഈ സർക്യൂട്ടിൽ കൂടി എന്ത് പോകുന്നുണ്ട്? കറണ്ടിനെ കണ്ടിന്യൂസ് ആയിട്ട് ചലിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഈ ബൾബ് ഗ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും.
ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ കേസിൽ അത് സസ്റ്റെയിൻ ചെയ്യും. കാര്യം ഇവിടെ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ സെല്ല് കണക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ കറണ്ടിന്റെ ഫ്ലോക്ക് നിർബന്ധമായി വേണ്ടത് എന്താ? ഇറ്റ് ഇസ് സിംപ്ലി ദ മോഷൻ ഓഫ് ചാർജസ്. സോ മോഷൻ ഓഫ് ദി ചാർജസ് ക്രിയേറ്റ്സ് എ കറണ്ട്. ഓക്കെ, ചാർജ് കാരിയേഴ്സിനെ മോഷൻ കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ടിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ഇലക്ട്രോൺസ് ആയിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ബാക്കി എന്തൊക്കെയാകാം? കറണ്ട് ഇസ് ഫോംഡ് ഇൻ കണ്ടക്ടേഴ്സ് ബൈ ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് in it and by the flow of ions and gases and electrolytes. ഗ്യാസസിലായാലും ഇലക്ട്രോലൈറ്റ്സിലായാലും അയോൺസ് ആണ് ആ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ സിംപ്ലി നമുക്ക് പറയാം, ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാകുന്നത്. എങ്ങനെ ഈ ഫ്ലോ നടക്കുന്നത്? വാട്ട് ഇസ് സിംപ്ലി മീൻഡ് as കറണ്ട്? കറണ്ട് എന്ന് വെച്ചാൽ പൊതുവെ എന്താ? കറണ്ട് ഇസ് ജസ്റ്റ് എ ഫ്ലോ. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ്. സോ ഒരു ഫ്ലോ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വ്യത്യാസം വേണം. നിങ്ങൾ ഈ പിക്ചർ നോക്കി, ഇതൊരു വെള്ളച്ചാട്ടത്തിന്റെ ചിത്രമാണ് അല്ലെ. ഇവിടെ ഏറ്റവും കൂടിയ ഉയരത്തിൽ നിന്നും അത് താഴത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? അപ്പൊ ഇവിടെ എന്തുണ്ട്? ഈ മുകളിലും താഴെയും വെച്ച് നോക്കുമ്പോൾ ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് വരുന്നത്. ദാറ്റ് മീൻസ് ദർ ഇസ് ഹൈറ്റ് ഡിഫറൻസ് അല്ലേ. ഇവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ ഇവിടുന്ന് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം ഈ രണ്ടാമത്തെ കേസ് നോക്കി, അതിനകത്ത് നമ്മൾ പറയുന്നത് വിൻഡിന്റെ കേസാണ്, അല്ലെങ്കിൽ എയറിന്റെ കേസാണ്. എയർ കറണ്ട് എന്ന് വെച്ചാൽ എന്താ? എയർ കറണ്ട് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. അതായത് ഒരു ഹൈ പ്രഷർ ഉള്ള ഒരു രീതിയിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് എപ്പോഴും എയർ മൂവ് ചെയ്യുന്നോണ്ടിരിക്കുക. സോ എല്ലാ കേസിലും ഈ രണ്ട് കേസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ കേസിൽ അത് ഹൈ ഡിഫറൻസ് ആണെങ്കിൽ ഈ കേസിൽ അത് എന്താണ്? പ്രഷർ ഡിഫറൻസ് ആണ്. അതല്ലാണ്ട് നിങ്ങൾ കോമൺലി നിങ്ങളുടെ വീട്ടിൽ ചെയ്യണ കാര്യമാണ്, നമ്മളിപ്പോൾ നമുക്ക് വെള്ളം കുടിക്കണം, പക്ഷെ വെള്ളം ഭയങ്കര ചൂടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു വലിയ പരന്ന പാത്രത്തിൽ വെച്ചിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കും അല്ലേ. ഒരു ഓപ്പൺ സ്പേസിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുക? അല്ലെങ്കിൽ നമ്മൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ടെമ്പറേച്ചർ അവിടെ വ്യത്യാസം കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തണുക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഈ തണുക്കുന്നത്? അതിൻ്റെ ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചറായിട്ട് അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് ഹയർ ടെമ്പറേച്ചറിൽ ലോവർ ടെമ്പറേച്ചറിലേക്ക് എയർ മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എയറിന്റെ മൂവ്മെന്റ് കാരണം എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പാത്രവും അതേ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പാത്രത്തിലുള്ള വെള്ളവും അതേ ടെമ്പറേച്ചറിലേക്ക് തിരിച്ചു വരും. ഓക്കെ, സോ ഈ പറഞ്ഞ എല്ലാ കേസിലും നമ്മൾ കണ്ടത് there was a difference. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇവിടെ ഈ കേസിൽ വരുമ്പോൾ പ്രഷർ ഡിഫറൻസ് ആണ്, ഈ കേസിൽ വരുമ്പോൾ ഹൈ ഡിഫറൻസ് ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് വേണ്ട കേസിൽ ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ ആണ്. അതേപോലെ തന്നെയാണ് കറണ്ടിന്റെ കേസിൽ. കറണ്ടിന്റെ ഫ്ലോ നടക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാകണം, അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? കറണ്ടിന്റെ ഫ്ലോയും നടക്കില്ല. ഈ രണ്ട് ഫിഗർ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കൺസിഡർ ചെയ്ത് നോക്കി. ഈ കേസിൽ എയിൽ കുറച്ചും കൂടി ഹയർ ലെവലാണ് വെള്ളം നിൽക്കുന്നത് കമ്പയറിംഗ് ടു ബി. ഈ കേസിൽ രണ്ടും ഒരേ ലെവലിലാണ് വെള്ളം ഉള്ളത്. ഈ ഫിഗറിൽ ഇപ്പൊ ഞാൻ ഈ ഫിഗറിനെ ഫിഗർ എ എന്നും ഫിഗർ ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഏത് ഫിഗറിലായിരിക്കും വാട്ടർ ഫ്ലോ ഉണ്ടാവുക? ഈ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഫിഗറിലായിരിക്കും അല്ലെ. ഇതിൽ നിന്ന് ഇതിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും വാട്ടർ ഫ്ലോ വരിക. ഇവിടെ വാട്ടർ ഫ്ലോ ഉണ്ടാവുമോ വാൽവ് തുറന്നാലും? ഇല്ല. കാര്യം എന്താ? ഈ പറഞ്ഞ എയിലും ഈ പറഞ്ഞ ബിയിലും ഉള്ള വാട്ടറിന്റെ ലെവൽ എന്ന് പറയുന്ന സെയിം ആണ്. അവിടെ ഡിഫറൻസസ് ഒന്നുമില്ല. സോ ഡിഫറൻസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? ഫ്ലോ ഉണ്ടാവില്ല. ക്ലിയർ ദിസ് മച്ച്? സോ ഒരു ഫ്ലോ നടക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഡിഫറൻസ് വേണം. സോ കറണ്ടിന്റെ ഫ്ലോ നടക്കണം എന്നുണ്ടെങ്കിലും അവിടെ ഒരു ഡിഫറൻസ് വേണം. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ നടക്കുള്ളൂ. ക്ലിയർ? Let's go on. So there should be a potential difference between 2 points of a conductor if there is to be a flow of current between them. ഏത് കണ്ടക്ടർ എടുത്താലും ആ കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്തുണ്ടാവണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. സെക്കൻഡ് പോയിന്റ്, കറണ്ട് ഫ്ലോസ് ഫ്രം എ പോയിന്റ് ഓഫ് ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടു എ പോയിന്റ് ഓഫ് ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്നാണ് ലോവർ പൊട്ടൻഷ്യലിലേക്ക് പോവുക. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അതിന് നമ്മളുടെ ബാറ്ററി, നമ്മൾ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി, വാച്ചിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി, അത് എല്ലാത്തിൻ്റെയും എന്താ പറയുക, വാച്ചിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഓക്കെ ഈ പറഞ്ഞ കേസിൽ എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ഒക്കെ എടുത്താൽ അവിടെ എന്താ സംഭവിക്കുക? ബാറ്ററിയാണ് ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സപ്ലൈ ചെയ്യുന്ന ആൾ. ഓക്കെ, അതേപോലെ ജനറേറ്റർ, കറണ്ട് പോകുമ്പോഴത്തേക്കും ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യും? കറണ്ട് റീസ്റ്റോർ ചെയ്യും അല്ലേ. അവിടെ നടക്കുന്നതും അവിടെ ഇത് കൊടുക്കുന്ന ആൾ ആരാണ്? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാണ് ആര്? ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിർബന്ധമായിട്ടും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ലെറ്റർ ക്യാപിറ്റൽ വി.
ഓക്കെ. ആൻഡ് അതിൻ്റെ യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് വോൾട്ട് മീറ്റർ. ഓക്കെ, വോൾട്ട് മീറ്ററിന് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഈ വോൾട്ട് മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളുടെ ബൾബ് എന്ന് വിചാരിക്കുക. ഓക്കെ, ബൾബ് ഇരിക്കുന്നു. ഈ ബൾബിന് ക്രോസ് എത്രയാണ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വോൾട്ട് മീറ്റർ എപ്പോഴും കണക്ട് ചെയ്യുന്നത് പാരലൽ ആയിട്ടായിരിക്കും. ക്ലിയർ? ഇത്രയും മനസ്സിലായോ? സോ വോൾട്ട് മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ് അല്ലേ? അതിൻ്റെ കുറച്ചും കൂടി സിംപ്ലർ ആയിട്ടുള്ള സ്മോളർ യൂണിറ്റ്സ് ഉണ്ട് കേട്ടോ. മില്ലി വോൾട്ട്, മൈക്രോ വോൾട്ട്, ഇതെല്ലാം ഉണ്ടതാണ്. ഓക്കെ, സോ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് കറണ്ടിൻ്റെ ഫ്ലോ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. സോ എന്താ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ, സപ്പോസ് ഒരു കൂളം ചാർജ് ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, സപ്പോസ് ഇഫ് ദർ ഇസ് 1 കൂളംബ് ഓഫ് ചാർജ്, ആ ഒരു കൂളംബ് ഓഫ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എത്ര വർക്ക് ചെയ്യണം ഒരു പോയിന്റിൽ നിന്ന്. ഇപ്പോൾ ഈ പോയിന്റിലാണ് 1 കൂളംബ് ഓഫ് ചാർജ് ഇരിക്കണമെന്ന് വിചാരിക്കൂ. ഈ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എത്ര വർക്ക് ചെയ്യണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so 1 joule of work is done to move 1 coulomb of charge from one point to another. Then the potential difference between the points is 1 volt. So ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ചാർജിനെ അടുത്തൊരു പോയിന്റിലേക്ക് എനിക്ക് മൂവ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ചെയ്ത വർക്ക് 1 ജൂൾസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഞാൻ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് എന്നാണ്. സോ റിപ്പീറ്റിംഗ് വൺസ് അഗെയിൻ, സോ ഒരു കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 1 ജൂൾ ഓഫ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുക അല്ലേ? നമ്മൾ നേരത്തെ കറണ്ടിന്റെ ഡെഫിനിഷൻ പറഞ്ഞതാണ് കറണ്ട് ഇസ് ദ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ഐ ആണ് അല്ലേ? സോ ഐ ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് എഴുതാം? ഐ ഈസ് ഈക്വൽ ടു Q by T, where Q is the charges and T is the second. Okay, Q ന്റെ യൂണിറ്റ് എന്തായിട്ട്? കൂളംബ്. സോ നിങ്ങൾക്കതറിയാം Q ന്റെ യൂണിറ്റ് എന്താ? കൂളംബ് ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് അല്ലേ? സോ കൂളംബ് പെർ സെക്കൻഡ് എന്നാണ് കറണ്ടിന്റെ യൂണിറ്റ് വരിക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആംപിയർ. ഓക്കെ, ഡിനോട്ടഡ് ബൈ ദ ക്യാപിറ്റൽ ലെറ്റർ A. ക്ലിയർ? സോ ഇതിപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? കറണ്ടിന്റെ ഇക്വേഷൻ പഠിച്ചു അല്ലേ? ഐ ഈസ് ഈക്വൽ ടു Q by T. ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ. നമ്മൾ വോൾട്ടേജും പഠിച്ചു. എന്താ വോൾട്ടേജ്? 1 വോൾട്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് 1 കൂളംബ് ഓഫ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എത്ര വർക്ക് ഡൺ ചെയ്യുന്നു അതാണ് ആ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കറണ്ട് എന്താണെന്ന് മനസ്സിലായി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇനി ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇറ്റ്സ് ഓൾസോ ഡിനോട്ടഡ് ആസ് EMF. ഓക്കെ, EMF എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ EMF? Electromotive force is the ability to maintain the potential difference between the ends of a conductor. ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ കറണ്ട് അതിനകത്ത് നിന്ന് കണ്ടക്ട് ചെയ്യുക അല്ലേ? കറണ്ട് അതിൽ കൂടെ കറണ്ട് ഉണ്ടാവുക അല്ലേ? സോ അങ്ങനെ അതിനുള്ള എബിലിറ്റി, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, സോ ദ EMF of a source of current is the potential difference between its end when the source is in open circuit. Again, open circuit എന്ന് വെച്ചാൽ എന്താ? അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ കറണ്ട് ത്രൂ ദ കോയിൽ ഓർ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് സീറോ എന്നുള്ള കണ്ടീഷനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതാണ് അതിൻ്റെ EMF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതും മെഷർ ചെയ്യുന്ന നമ്മൾ പറയുന്നത് എന്താ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. പക്ഷെ അതൊരു ഫോഴ്സിന്റെ യൂണിറ്റ് അല്ല അതിന് വരിക. ഇറ്റ് ഈസ് ആക്ച്വലി മെഷേർഡ് ഇൻ വോൾട്ട്സ് ഓൺലി. സോ അത് മെഷർ ചെയ്യുന്നതും EMF മെഷർ ചെയ്യുന്നതും വോൾട്ടിലാണ്. ഓക്കെ, കാര്യം എന്താ? അതും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ടിട്ട്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ബാറ്ററി ആയാലും ജനറേറ്റേഴ്സ് ആയാലും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ദ സോഴ്സസ് ഓഫ് EMF. EMFന്റെ സോഴ്സസ് ആണ് ബാറ്ററി ആയാലും ജനറേറ്റർ ആയാലും. നിങ്ങൾക്ക് ഇതിൽ നടക്കുന്ന എനർജി ചേഞ്ച് അറിയാലോ അല്ലേ? എന്താണ് ജനറേറ്ററിന്റെ എനർജി ചേഞ്ച്? ഇറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഏതിന്റെ കേസിൽ? ജനറേറ്ററിന്റെ കേസിൽ ഇറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അതേസമയം ബാറ്ററിയുടെ കേസിലോ ഇറ്റ് ഈസ് ഫ്രം കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ എനർജിയിൽ നിന്നും എന്തിലേക്ക് കൺവേർട്ട് ആവുന്നു?
It is converted to electrical energy. അല്ലേ? സോ രണ്ട് കേസും പഠിച്ചല്ലോ. ജനറേറ്റേഴ്സും ഈ പറഞ്ഞ സെല്ലും അല്ലെങ്കിൽ ബാറ്ററിയാണ് എന്ത് ഈ പറഞ്ഞ EMFന്റെ സോഴ്സസും. അപ്പൊ ഇത്രയും ക്ലിയർ ആയി. നമ്മൾ കറണ്ട് തുടങ്ങി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിച്ചു, ഇപ്പൊ നമ്മൾ EMF എന്താന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്തിനാ ഈ സെല്ല് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യുന്നത്? അതെന്താണ്? സോഴ്സ് ഓഫ് EMF ആണ് അല്ലേ? ഈ ബാറ്ററി പല തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോറി, ഈ സെല്ലുകൾ പല തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ഫെമിലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും സീരീസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? രണ്ട് രീതിയിലാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന് സീരീസ് ആയിട്ട്, രണ്ട് നമുക്കിതിനെ പാരലൽ ആയിട്ടും എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇനി ഐഡിയ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? സീരീസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, ഫോർ എക്സാമ്പിൾ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അതായത് ഒരു പോസിറ്റീവ് എന്തിൽ വരും? പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു, നെഗറ്റീവ് പോസിറ്റീവിലേക്ക്, പോസിറ്റീവ് എഗെയിൻ നെഗറ്റീവിലേക്ക്. അങ്ങനെയാണ് എന്ത് വരിക? കണക്ഷൻ വരിക. നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സെല്ലിനെ ഇങ്ങനെയല്ല ഡിനോട്ട് ചെയ്യണത്. ഒരു നീട്ടമുള്ള വര പോസിറ്റീവിനെ, ഒരു ചെറിയ വര എന്തിനെ ഡിനോട്ട് ചെയ്യും? നെഗറ്റീവിനെ ഡിനോട്ട് ചെയ്യും. ഇനി അടുത്ത സെല്ലിലെ പോസിറ്റീവിലേക്കാണ് ഈ നെഗറ്റീവ് പോകുന്നത്, പിന്നത്തെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. ഇങ്ങനെ കണക്ട് ചെയ്താലാണ് ദാറ്റ് ഇസ് എ സീരീസ് കണക്ഷൻ. അതായത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്താൽ അത് സീരീസ് കണക്ഷൻ ആണ്. ഓക്കെ, ഇനി പാരലൽ കണക്ഷൻ എങ്ങനെയാ? എല്ലാ പോസിറ്റീവ് ടെർമിനൽസും കൂടി ഒരു പോയിന്റിൽ. ഇപ്പൊ ഇതാണ് ഈ ബാറ്ററിയുടെ പോസിറ്റീവ്, ഇതാണ് ഇതിന്റെ നെഗറ്റീവ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ എല്ലാ പോസിറ്റീവും കൂടി ഒരു കോമൺ പോയിന്റിലേക്ക് വന്നു, എല്ലാ നെഗറ്റീവും കൂടി അടുത്ത കോമൺ പോയിന്റിലേക്ക് വന്നു. ഇതിനെയാണ് എന്തെന്ന് പറയാ? പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെല്ലുകൾ എത്ര തരത്തിൽ കണക്ട് ചെയ്യാം? ഒന്നല്ലെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. കുറച്ചും കൂടി എളുപ്പത്തിൽ നോക്കിയേ, ഇത് നോക്കിയേ, ഇത് നെഗറ്റീവ് ആണ്, ഇതപ്പോൾ എന്തായിരിക്കും? ഇത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് പിന്നെ നെഗറ്റീവ് ആണ്, ഇതെന്തായി? പോസിറ്റീവ് ആണ്. സോ ഇങ്ങനെ കണക്ട് ചെയ്താലാണ് അത് എന്ത് കണക്ഷൻ ആകുന്നത്? സീരീസ് കണക്ഷൻ. നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യണത്. ഇനി എന്താണ് സീരീസിൽ കണക്ട് ചെയ്താലുള്ള ഗുണം എന്താ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ചെയ്താലുള്ള പ്രത്യേകത? ഇപ്പോൾ ഇതിനകത്ത് കേസിൽ നമുക്ക് എടുക്കുമ്പോൾ ഓരോന്നിൻ്റെയും EMF എന്ന് പറയുന്നത്, അതായത് ഈ മൊത്തം കണക്ഷൻ്റെ EMF അല്ലെങ്കിൽ ഇതിലെ ടോട്ടൽ EMF എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും സമ്മായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഒരു 5 വോൾട്ട്, ഇത് ഒരു 3 വോൾട്ട്, ഇതൊരു 2 വോൾട്ട് ആണെങ്കിൽ ടോട്ടൽ EMF എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 10 വോൾട്ട്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ EMFന്റെ സമ്മായിരിക്കും ടോട്ടൽ EMF എന്ന് പറയുന്നത്. ഇനി കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കറണ്ട് ഇസ് ദ സെയിം. ഇനി സീരീസിൽ കൂടി കണക്ട് ചെയ്യുമ്പോൾ ഇതിന് റെസിസ്റ്റൻസ്, ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്താ ഈ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മളെ പോകാതെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന ആളാണ് റെസിസ്റ്റൻസ്. അത് കറണ്ടിനെ പോകാതെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന ആളാണ് ആര്? റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് സീരീസിന്റെ കേസിൽ എന്തായിരിക്കും? ശകലം കൂടുതലായിരിക്കും. ഇനി പാരലൽ കേസ് വരുമ്പോഴത്തേക്ക് എന്താ വരിക? പാരലൽ ആകുമ്പോൾ പറഞ്ഞില്ലേ, പോസിറ്റീവ് എല്ലാം കൂടി ഒരു ടെർമിനൽ, നെഗറ്റീവ് എല്ലാം കൂടി ഒരു ടെർമിനൽ. ഈ കേസിൽ വരുമ്പോഴത്തേക്കും വ്യത്യാസം വരും. എന്താ? EMFന്റെ കാര്യം തന്നെ എടുത്തോ. ഇപ്പൊ 3 എണ്ണത്തിനുള്ളത് 5 വോൾട്ട് 5 വോൾട്ട് 5 വോൾട്ട് എന്നാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ സീരീസിലാണ് നമ്മൾ എന്ത് തന്നെ 5 + 5 + 5 എന്ന് ചെയ്താൽ. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ എന്താ വ്യത്യാസം വരിക? ഈ കേസിൽ ഈ ടോട്ടൽ EMF എന്ന് പറയുന്നത് 5 വോൾട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ എല്ലാ ബാറ്ററിയുടെയും EMF സെയിം ആണെങ്കിൽ ടോട്ടൽ EMF എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ EMF ആയിരിക്കും. ഓക്കെ, എല്ലാ സെല്ലിൻ്റെയും EMF സെയിം ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ EMF എന്ന് പറയുന്നത് ആ സെല്ലിൻ്റെ, ഒരൊറ്റ സെല്ലിൻ്റെ EMF എത്രയാണോ അതായിരിക്കും അതിൻ്റെ EMF എന്ന് പറയുന്നത്. കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകും. ഓക്കെ, കറണ്ട് ഇവിടെ എത്രയാണോ അത് ഓരോന്നിനും തുല്യമായിട്ട് വിധിച്ചിട്ടാണ് കറണ്ട് ഡിവൈഡ് ചെയ്തത്. സോ കറണ്ട് ഇസ് ആക്ച്വലി സ്പ്ലിറ്റ് അപ്പ്. ഇത് സെയിം ആണെന്നുള്ള കേസിലാട്ടോ പറയുന്നത്. സോ കറണ്ട് എപ്പോഴും എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് പോകും. അതേപോലെ തന്നെ എന്തായിരിക്കും? റെസിസ്റ്റൻസ് കുറവായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കുറച്ചും കൂടി കറണ്ടിന് സ്മൂത്ത് ആയിട്ട് പാരലൽ കണക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ഓർത്തിരിക്കുക, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, പോസിറ്റീവ് നെഗറ്റീവ് ഫോർമാറ്റ് ആണെങ്കിൽ സീരീസ് അല്ല, പോസിറ്റീവ് എല്ലാം കൂടി ഒരു കോമൺ പോയിന്റിൽ, നെഗറ്റീവ് എല്ലാം കൂടി മറ്റൊരു കോമൺ പോയിന്റിൽ, അങ്ങനെയാണെങ്കിൽ അത് എന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷൻ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ.
current or intensity of current is a quantity of the charge that flows through a conductor in a circuit in 1 second. ഇപ്പോഴാണ് നമ്മൾ ഡെഫിനിഷനിലേക്ക് വന്നത് അല്ലേ. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ് അല്ലേ. അതാണ് ഇലക്ട്രിക് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ കൂടെ എത്ര കറണ്ട് ആണോ പാസ് ചെയ്യുന്നത്, എത്ര കറണ്ട് ആണോ ട്രാവൽ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് I is equal to Q by T. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് എന്ത് യൂണിറ്റ് ആംപിയർ ആണ് എന്നുള്ളത്. ആംപിയർ അല്ലാണ്ട് അതിൻ്റെ സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് മില്ലി ആംപിയേഴ്സ് ഉണ്ട്, മൈക്രോ ആംപിയേഴ്സ് ഉണ്ട് അല്ലേ. മില്ലി ആംപിയേഴ്സ്, മൈക്രോ ആംപിയേഴ്സ് എന്നുള്ള യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. എന്താ വ്യത്യാസം വരും? ഇപ്പം നമ്മൾ പറയില്ലേ മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ആംപിയർ ഉണ്ട്, മില്ലി ആംപിയർ ഉണ്ട്, ദെൻ ഇറ്റ് കംസ് എ മൈക്രോ ആംപിയർ. സോ ഇങ്ങനെ അതിനുള്ള സബ് ഡിവിഷൻ, സബ് യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ, സോ കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതിലേക്ക് പോകാം. അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. അമ്മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അമ്മീറ്റർ നേരത്തെ നമ്മൾ പഠിച്ചു. വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനാണ്. അമ്മീറ്റർ യൂസ് ചെയ്യുന്നത് എന്ത് മെഷർ ചെയ്യാനാണ്? കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെയാണ് ഒരു അമ്മീറ്റർ ഇരിക്കുക. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. സോ ഈ പോസിറ്റീവ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്തിന് അക്രോസാണ് വെക്കുക? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ അല്ലെങ്കിൽ ബാറ്ററി. അതേപോലെ നെഗറ്റീവ് കൊണ്ടിട്ട് നെഗറ്റീവ് ടെർമിനലാണ് വെക്കുക. ആൻഡ് ഇത് സീരീസ് ആയിട്ടായിരിക്കും കേട്ടോ കണക്ട് ചെയ്യുക, പാരലലി അല്ല കണക്ട് ചെയ്യുക. അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതെപ്പോഴും ഓർത്തിരിക്കുക. അമ്മീറ്റർ കണക്ട് ചെയ്യുന്ന സീരീസിലാണ്, പക്ഷെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്ന എന്തിലാണ്? പാരലൽ ആയിട്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ നമുക്കറിയാം അമ്മീറ്ററിന്റെ കാര്യമായി. സോ അമ്മീറ്ററും വോൾട്ട് മീറ്ററുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അമ്മീറ്റർ എന്തിനു യൂസ് ചെയ്യുന്നു? കറണ്ട് മെഷർ ചെയ്യാൻ. വോൾട്ട് മീറ്റർ എന്തിനു യൂസ് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ. അമ്മീറ്റർ സീരീസ് ആയിട്ടും വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഓംസ് ലോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓംസ് ലോ പറയണത് ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, അതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതാണ് കേട്ടോ കണ്ടീഷൻ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് വോൾട്ടേജ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പോൾ വോൾട്ടേജ് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ടും കൂടും, വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ കറണ്ടും കുറയും. ഇതാണ് ആര് പറയുന്നത്? ഓംസ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ V is proportional to I. അതായത് V മാറുന്നതിനനുസരിച്ച് ആരും മാറും? കറണ്ടും മാറും. സോ വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്, ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ is directly proportional to the potential difference between its end. അത് ശ്രദ്ധിക്കണം കേട്ടോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് നമ്മളാണ്. ഇൻ അതർ വേർഡ്സ് റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദ കറണ്ട് ഇസ് എ കോൺസ്റ്റന്റ്. സോ നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കോൺസ്റ്റന്റ് വേണം. സോ V is proportional to I, or else we can say that V by I is equivalent to a constant. ആരാണ് ഈ കോൺസ്റ്റന്റ്? ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്, which is denoted by the letter capital letter R. Clear? So Ohm's law എന്താ പറഞ്ഞത്? At constant temperature, the voltage, the potential difference is proportional to the current and the constant over here. ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് നമ്മൾ എന്തെന്ന് വിളിച്ചു? റെസിസ്റ്റർ എന്ന് വിളിച്ചു. ഇനി എന്താണ് റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ്? ഈ ഫിഗർ നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വോൾട്ടേജ് എങ്ങനെയെങ്കിലും കറണ്ടിനെ ഒന്ന് തള്ളി കയറ്റി വിടാൻ നോക്കുമ്പോൾ കുരുക്കിട്ട് പിടിക്കുന്ന ആളാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് മനസ്സിലായത് തന്നെ. അതായത് കറണ്ടിന് പോകാൻ വേണ്ടി തടസ്സം ഉണ്ടാക്കുന്ന ആളാണ് ആര്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾ ആലോചിച്ചേ. ഇതൊരു ഇടവഴിയാണ്. ഈ ഇടവഴിയിൽ കണ്ടമാനം വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ സൈക്കിൾ ഓടിച്ചു പോകാൻ നിങ്ങൾക്ക് എന്തോരം പ്രയാസം ഉണ്ടാവും. ഓക്കെ, സോ ഈ കണ്ടമാനം വണ്ടികളാണ് ഇവിടുത്തെ ആര്? റെസിസ്റ്റൻസ്. അതായത് ഒപ്പോസിഷൻ, നിങ്ങൾക്ക് എതിരെ വരുന്ന ആളാണ് ആര്? ഈ പറഞ്ഞ ഒപ്പോസിഷൻ. ഓക്കെ, അതാണ് നമ്മളെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ ഇടവഴി കൂടി കടന്നു പോകാൻ ഭയങ്കര പാടാണ്. കാര്യം എന്താ? ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്. സോ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ടിന് പോകാൻ പ്രയാസമാണ്. സോ ആസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ദെൻ ദാറ്റ് മീൻസ് ദ കറണ്ട് ഫ്ലോ ഡിക്രീസസ്. ഓക്കെ, അല്ല ഇതേ വഴി തന്നെയാ, പക്ഷെ അവിടെ ഒറ്റ വേറെ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല. സുഖം സുന്ദരം വിശാലമായ റോഡ്. എന്ത് സംഭവിക്കും? സുഖമായിട്ട് നിങ്ങൾ സൈക്കിൾ ഓടിച്ചു പോകും അല്ലേ. നിങ്ങൾക്ക് അവിടെ ഒരു തടസ്സമില്ല ഓടിക്കാൻ. സോ അവിടെ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ പറയും ദ ഒപ്പോസിഷൻ ഇസ് ലെസ്, ഓർ എൽസ് വി ക്യാൻ സേ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഇസ് ലെസ്. ഇവിടെ എന്ത് കുറവാണ്?
റെസിസ്റ്റൻസ് കുറവാണ്. അതായത് കറണ്ട് ഇതിൽ കൂടെ കൂടുതൽ പാസ് ചെയ്യും. ഇപ്പൊ മനസ്സിലായോ? സീരീസിന്റെ കേസിൽ നമ്മൾ എന്താ റെസിസ്റ്റൻസ് കൂടുമെന്ന് പറയാൻ കാര്യം, അവിടെ ഒപ്പോസിഷൻ കൂടുതലാണ്, സോ കറണ്ട് ഇച്ചിരി കുറയും. പക്ഷെ പാരലലിന്റെ കേസിൽ നേരെ തിരിച്ചാണ്. ഓക്കെ, സോ അതാണ് അവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഓർത്തിരിക്കുക, V/I ഇസ് ഈക്വൽ ടു R. ആ R ആണ് ആര്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഓംസ് ലോയിൽ നമുക്കൊരു ട്രയാങ്കിളിന്റെ രൂപത്തിൽ വേണമെങ്കിൽ എഴുതാം. അത് ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇവിടെ മുകളിൽ നമ്മൾ എഴുതുന്ന ആള് V, ഇത് നമ്മൾ എഴുതുന്നത് R. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. V/I നമ്മൾ ഇങ്ങനെ എത്ര എടുക്കണേ? V/I നമുക്ക് എന്ത് കിട്ടി? V/I നമുക്ക് എന്ത് കിട്ടും? R. So V/I is equal to R. What about this? V/R is equivalent to I. Okay. What about this? I into R is equal to V. ഇതാണ് ഓംസ് ലോ. അപ്പൊ ഈ ട്രയാങ്കിൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 3 ഇക്വേഷൻസും കിട്ടി. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഓംസ് ലോ ഇന്ന്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, അതും ഇമ്പോർട്ടൻറ്റ്. റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കും, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കണ്ടക്ടേഴ്സിൽ ഈ ഒപ്പോസിഷൻ കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് എന്ന് വിളിക്കുക കേട്ടോ. സോ റെസിസ്റ്റേഴ്സ് ആർ കണ്ടക്ടേഴ്സ് യൂസ് ടു ഇൻക്ലൂഡ് എ പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട്. ഇനി നമ്മൾ പറയാൻ വിട്ടുപോയി, റെസിസ്റ്റൻസ് എന്താ നമ്മൾ എഴുതിയത്? V/I ആണ് എന്ത് സാധനം? R എന്ന് പറയണം അല്ലെ. വിയുടെ യൂണിറ്റ് എന്താ? വിയുടെ യൂണിറ്റ് വോൾട്ട് ആണ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് വോൾട്ട് ബൈ ആംപിയർ. സോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് പെർ ആംപിയർ, or else it is also known as ohm, OHM, and the symbol is ohm. കണ്ടോ, ഇങ്ങനെയാണ് ഓം എന്ന് എഴുതുക. സോ ഇതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് നമുക്ക് ആക്ച്വലി പല വാല്യൂയിൽ കിട്ടും. ഇപ്പൊ 1 ഓമിന്റെ റെസിസ്റ്റൻസ് വേണോ? നമുക്ക് കിട്ടും. 4 ഓമിന്റെ റെസിസ്റ്റൻസ് വേണോ? കിട്ടും. 12 ഓമിന്റെ റെസിസ്റ്റൻസ് വേണോ? കിട്ടും. 1 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് വേണോ? നമുക്ക് സുഖമായിട്ട് കിട്ടും. എങ്ങനെയാണ് നമ്മൾ അറിയുക? ഇവിടെ പല പല കളേഴ്സ് കണ്ടെങ്കിലുണ്ടോ? ഈ കളേഴ്സ് ആണ് ആക്ച്വലി ഇത് എത്ര ഓമിന്റെ റെസിസ്റ്റർ ആണ് എന്ന് പറഞ്ഞു തരുന്ന ആള്. ഓക്കെ, സോ നമുക്ക് ഏത് വാല്യൂവിൽ വേണം റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. സോ റെസിസ്റ്റേഴ്സ് എന്താണ്? റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി, ഒരു സർക്യൂലർ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നൗ resistance, when the potential difference between the ends of a conductor is 1 volt. ഇപ്പോൾ നമ്മളൊരു കണ്ടക്ടർ എടുത്തു, ഈ 2 പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ്. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആയിരിക്കും. ഓക്കെ, സോ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെയുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്നാണ്? ഇറ്റ് ഈസ് 1 ഓം എന്നാണ്. ഓക്കെ, now moving on, factors affecting resistance. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഏതൊക്കെ ഫാക്ടേഴ്സ് ഈ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത്. ഇപ്പം നമ്മൾ കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അയോൺ ഉണ്ട്. ഇതിന് ഓരോന്നിനും ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ആണ്. സോ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. സോ ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. 2, ഇതിൻ്റെ നീട്ടം. അതായത് ഈ പറഞ്ഞ കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. ഓക്കെ, അതായത് നമുക്ക് പറയാം റെസിസ്റ്റൻസ് ലെങ്തിനോട് ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ്. ഓക്കെ, നൗ സെക്കൻഡ് കാര്യം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. ഇൻവേഴ്സ്ലി ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? R is proportional to 1/A. ഈ 2 ഇക്വേഷൻസ് ഇപ്പൊ നമ്മൾ കമ്പൈൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? We will get R is proportional to L/A. Again, നമുക്ക് ഫിസിക്സ് ആണ്, നമുക്ക് പ്രപ്പോർഷണാലിറ്റി കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഈക്വൽ ടു കൊണ്ടുവരണ്ടേ. ഈക്വൽ ടു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ കോൺസ്റ്റന്റ് കിട്ടും, which is known as rho. R is equal to rho L/A. എന്താണ് ഈ റോ എന്ന് വെച്ചാൽ? റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി which is dependent on the material. റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കോപ്പർ എടുത്താലും സിങ്ക് എടുത്താലും ആ 2 മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റീസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആണ്. അതേസമയം കോപ്പർ തന്നെയാണ് എടുത്തേക്കുന്നത് നോക്കിയോ, എൻ്റെ കയ്യിലുള്ള 2ഉം കോപ്പറാണ്, അതിൻ്റെ റെസിസ്റ്റിവിറ്റി സെയിം ആണ്. കാര്യം എന്താ? റെസിസ്റ്റിവിറ്റി
മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയലിനെ മാത്രമാണ്. റെസിസ്റ്റൻസ് ലെങ്തിനെയും മെറ്റീരിയലിനെയും അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, എപ്പോഴും ഓർക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, നിങ്ങൾ ലെങ്ത് ഡബിൾ ചെയ്തു, അപ്പൊ റെസിസ്റ്റൻസിൽ എന്ത് മാറ്റം വരും? റെസിസ്റ്റൻസും ഡബിൾ ആവും. നിങ്ങൾ ഏരിയ പകുതിയാക്കി കുറച്ചു, അപ്പോഴും എന്ത് സംഭവിക്കും? ഏരിയ കുറക്കാണ് ചെയ്തത്, അപ്പോഴും റെസിസ്റ്റൻസ് അവിടെ എന്താ ചെയ്യുക? കൂടാണ് ചെയ്യുക. ഓക്കെ, ഏരിയ കുറയ്ക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടാണ് ചെയ്യുക. അതേസമയം നിങ്ങൾ ലെങ്ത് കുറച്ചു, അപ്പൊ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസും കുറയും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽസിന് സെയിം ആണ്. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി കോപ്പറിന്റെ മാത്രം റെസിസ്റ്റിവിറ്റി ആണ്. സിങ്കിന്റെ റെസിസ്റ്റിവിറ്റി സിങ്കിന്റെ മാത്രം റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ, സോ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയലിനെയാണ്. ഓക്കെ, മൂവിങ് ഓൺ. സോ റെസിസ്റ്റിവിറ്റി of a substance is the resistance of the conductor of unit length and unit area of cross section. The resistivity of a substance is a constant at fixed temperature. Temperature constant ആണ് എന്നുണ്ടെങ്കിൽ എന്ത് മാറില്ല? റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ മാറില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഇതിനകത്ത് നമ്മൾ ഒരൊറ്റ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ, അതായത് മെറ്റൽസിന്റെ കേസ് മാത്രം. മെറ്റൽസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ മെറ്റൽസിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടാണ് എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വി ആർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അതിൻ്റെ റെസിസ്റ്റൻസും കൂടും. നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. അതായത് ഒരു മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. ഇത് ഏതിൻ്റെ കേസ് മാത്രമാണ്? മെറ്റലിൻ്റെ കേസ് മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാനില്ല. മെറ്റൽസിൻ്റെ കേസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നൗ മൂവിങ് ഓൺ, റിയോസ്റ്റാറ്റ്, ദ ലാസ്റ്റ് ടോപ്പിക്. എന്താ റിയോസ്റ്റാറ്റ് എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ റെസിസ്റ്റൻസ് കാണിച്ചപ്പോൾ, അതായത് റെസിസ്റ്റേഴ്സ് കാണിച്ചപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ? ഇതിനകത്ത് പെർട്ടിക്കുലർലി 1 ohm 2 ohm 3 ohm എന്നുള്ള സ്പെസിഫിക് റെസിസ്റ്റൻസ് കിട്ടും അല്ലേ? പക്ഷെ നമുക്ക് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് മാറ്റി മാറ്റി എടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതായത് റെസിസ്റ്റൻസ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെയാട്ടോ ഒരു റിയോസ്റ്റാറ്റ് ഇരിക്കുക. അപ്പം നമ്മൾ ഇവിടെ ഈ സാധനം മാറ്റുന്നതനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ആവുകയാണ്. സോ ലെങ്ത് മാറുമ്പോൾ എന്ത് മാറും? റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറും. സോ ലെങ്ത് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തിന്റെ വാല്യൂ മാറ്റിയെടുക്കാം? റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറ്റിയെടുക്കാം. സോ ഈ ഒരു റിയോസ്റ്റാറ്റിന് ഇപ്പോൾ സപ്പോസ് ചിലപ്പോൾ റേഞ്ച് വരിക ഒരു 10 ohm തൊട്ട് ഒരു 40 ohm വരെ തരാൻ കേപ്പബിൾ ആയിരിക്കും. സോ ഈ സാധനത്തിന് ഇത് ഇങ്ങനെ പൊസിഷൻ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ 10 ആയിരിക്കും, ഇപ്പുറത്തേക്ക് ഈ സാധനം കൊണ്ടെന്ന് വെച്ചാൽ 40 കിട്ടും. സോ അങ്ങനെ വേരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. So rheostat is a device used to regulate the current in a circuit by changing the resistance gradually. So ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മാറ്റി കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ എങ്ങനെ അമ്മീറ്റർ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യണം എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? നമ്മൾ എങ്ങനെയാണ് സെൽസിൻ്റെ കോമ്പിനേഷൻ, സീരീസ് പാരലൽ കോമ്പിനേഷൻ പഠിച്ചു. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മളിപ്പോൾ ചെയ്ത സീരീസ് പാരലൽ ഡിഫറൻസ് പഠിച്ചു. പിന്നെ എന്തിപ്പോൾ നമ്മൾ പഠിച്ചേ? റിയോസ്റ്റാറ്റ് പഠിച്ചു, റെസിസ്റ്റൻസ് പഠിച്ചു, റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു, റെസിസ്റ്റിവിറ്റി പഠിച്ചു, ഏറ്റവും ലാസ്റ്റ് പഠിച്ച സാധനം റിയോസ്റ്റാറ്റ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററും കൂടി പഠിക്കാനുണ്ട്, അത് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ടിൽ ദെൻ ബൈ, താങ്ക് യു. Manorama Horizon, learning made simple.